إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير السنن سنن محمد مصطفى صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കണേ എന്ന് വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. قال الله عز وجل عن موسى عليه السلام وكان عند الله وجيها. മഹാനായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയുണ്ടായി, അദ്ദേഹം അല്ലാഹുവിൻ്റെ പക്കൽ വലിയ സ്ഥാനമുള്ള, അല്ലാഹുവിൻ്റെ പക്കൽ വലിയ സാമീപ്യമുള്ള വ്യക്തിയാണ്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ കുറിച്ചും قال الله عز وجل الله سبحانه وتعالى പറഞ്ഞു, إن الله يبشرك بكلمة منه اسمه المسيح عيسى بن مريم وجيها في الدنيا والآخرة ومن المقربين. മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുനിയാവിലും ആഖിറത്തിലും ഏറെ സാമീപ്യം ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ പക്കൽ അങ്ങേയറ്റം സ്ഥാനമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നു. وقال الله عز وجل عن نبينا محمد صلى الله عليه وسلم ورفعنا لك ذكرك. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, താങ്കളുടെ സ്മരണ നാം അങ്ങേയറ്റം ഉയർത്തിയിരിക്കുന്നു, ഏറെ സ്മരിക്കപ്പെടുന്ന സ്ഥാനമുള്ളൊരു വ്യക്തിയായി അങ്ങയെ നാം ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിരിക്കുന്നു. ഒരു മനുഷ്യന്റെ സ്ഥാനം പടച്ച റബ്ബിന്റെ അരികിൽ ഉയരുക എന്ന് പറയുന്നത് അങ്ങേയറ്റം ശ്രേഷ്ഠകരമായ കാര്യമാണ്. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم أنه قال رب أشعث أغبر مدفوع عند الأبواب لو أقسم على الله لأبره رواه الإمام مسلم. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, ആരാരും കണ്ടാൽ ഒരു പരിഗണനയും കൊടുക്കാത്ത, പൊടി വരണ്ട വസ്ത്രവും അതുപോലെ തന്നെ സടകുത്തിയ മുടിയുമുള്ള ആരും കണ്ടാൽ പരിഗണിക്കാത്ത പാവപ്പെട്ടവനായ ഒരു മനുഷ്യൻ
പക്ഷേ ലൗ അഖ്സമ അലല്ലാഹി ലഅബറഹ്, ആ മനുഷ്യനെങ്ങാനും പടച്ച റബ്ബിനെ സത്യം ചെയ്തുകൊണ്ടൊരു കാര്യം പറഞ്ഞാൽ അള്ളാഹു ആ കാര്യം നടപ്പാക്കി കൊടുക്കുമാറ് പടച്ച റബ്ബിന്റെ സ്ഥാനമുള്ള ആളുകളുണ്ട്. ഒരു മനുഷ്യന്റെ പടച്ച റബ്ബുമായുള്ള സാമീപ്യമാണ് ആ മനുഷ്യന്റെ സ്ഥാനം നിർണയിക്കുന്നത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ പക്കൽ ഏറ്റവും നല്ല സൗന്ദര്യമുള്ളവനോ, ഏറ്റവും നല്ല സമ്പത്തുള്ളവനോ, ഏറ്റവും വലിയ പ്രൗഢിയുള്ളവനോ, ഏറ്റവും വലിയ കുടുംബമഹിമയുള്ളവനോ, ഇവനൊക്കെയാണ് സ്ഥാനമെന്ന് ധരിക്കരുത്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, ഏറ്റവും ഭയഭക്തിയുള്ള, പടച്ച റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തെറ്റുകളിൽ നിന്ന് അകന്നു നിന്ന് നന്മയിൽ ജീവിക്കുന്ന മനുഷ്യനാരോ അവനെത്ര ദരിദ്രനായാലും പടച്ച റബ്ബിന്റെ പക്കൽ ഏറ്റവും വലിയ സ്ഥാനം അവനാണ് എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. കാന ലിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയ്യുൻ കാന യുഹ്ദി ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വയുഹിബ്ബുഹു വകാന മിൻ അഹ്ലിൽ ബാദിയ വസ്മുഹു സാഹിർ. അല്ലാഹുവിന്റെ റസൂലിന് ഒരു സ്വഹാബി ഉണ്ടായിരുന്നു, പാവപ്പെട്ടവനായൊരു മനുഷ്യൻ, ഗ്രാമത്തിൽ ഉൾഗ്രാമത്തിൽ ജീവിക്കുന്ന അഹ്ലുൽ ബാദിയയായ പട്ടണത്തിലുള്ള ആളുകളെ പോലെ അത്ര തന്നെ തൻ്റെ ജീവിത സാഹചര്യത്തിൽ ഉയർച്ചയൊന്നും നേടിയിട്ടില്ലാത്ത പാവപ്പെട്ടൊരു മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഹദിയകളുമായി അദ്ദേഹം വരാറുണ്ടായിരുന്നു. ഒരു പാവപ്പെട്ട മനുഷ്യൻ. فلما ذهب النبي صلى الله عليه وسلم إلى السوق وجده يبيع أغراضا له. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മാർക്കറ്റിലേക്ക് പോയപ്പോൾ അവിടെ ഈ മനുഷ്യന് ഇരുന്ന് എന്തൊക്കെയോ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്. പാവപ്പെട്ട മുഷിഞ്ഞ വസ്ത്രമുള്ള വിയർത്തൊലിച്ച ആ മനുഷ്യന്റെ പിന്നിലൂടെ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹ്തദനഹു റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം ثم قال مازحا من يشتري هذا العبد من يشتري هذا العبد فقال الصحابي رضي الله عنه يا رسول الله إذا تجدني كاسدا أي لا يشتريني أحد. അള്ളാഹുവിന്റെ റസൂലിനോട് ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യന്റെ പിന്നിൽ ചെന്ന്, വിയർത്തു നിൽക്കുന്ന ആ മനുഷ്യന് പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിച്ച് തമാശ രൂപേണ പറഞ്ഞു, ഞാൻ ഇവനെ വിൽക്കുകയാണ്, ആരുണ്ട് വാങ്ങാനെന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ഈ പാവപ്പെട്ട മനുഷ്യന് ആര് വില നൽകാനാണ്? എന്നെ പോലെ പാവപ്പെട്ട ദരിദ്രനായ ഒരു മനുഷ്യന് ആര് വില നൽകുമെന്ന് ചോദിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, ആരാണ് എനിക്ക് വില നൽകുക? ഞാനൊരു പാവപ്പെട്ട മനുഷ്യനല്ലേ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ, വലാകിന്നക ഇൻദല്ലാഹി ഗാലിൻ. നിനക്കറിയുമോ സാഹിർ, അല്ലാഹുവിന്റെ പക്കൽ നിനക്ക് വലിയ വിലയുണ്ട്, വലിയ സ്ഥാനമുണ്ട് സാഹിർ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറയുകയാണ്. വകാന ഇൻദല്ലാഹി വജീഹൻ എന്ന ആയത്തിന് അള്ളാഹുവിന്റെ പക്കൽ പ്രത്യേകം സ്ഥാനമുള്ള വ്യക്തി എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞെടുത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഐ കാന ഹദിയൻ ഇൻദല്ലാഹി ലാ യസ്അലുല്ലാഹ ശൈഅൻ ഇല്ലാ അഅതാഹ്. അഥവാ അള്ളാഹുവിന്റെ പക്കൽ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. പടച്ച റബ്ബിനോട് അദ്ദേഹം എന്തെങ്കിലും ഒന്ന് ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു അത് തട്ടിക്കളയുകയില്ല, അത് നൽകുമെന്നാണ്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, യഖൂലുല്ലാഹു അസ്സ വജൽ അന ഇൻദ ظنി അബ്ദി ബി. എൻ്റെ അടിമയായ മനുഷ്യൻ എന്നെ കുറിച്ച് എങ്ങനെ കരുതുന്നുവോ അപ്രകാരമായിരിക്കും എനിക്ക് അവനോടുള്ള സമീപനമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഫഇൻ ദക്കറനി ഫീ നഫ്സിഹി ദക്കർതുഹു ഫീ നഫ്സി. ആ മനുഷ്യൻ അവന്റെ സ്വന്തത്തിൽ എന്നെ കുറിച്ചൊന്ന് സ്മരിക്കുകയും
എന്നെ ഓർക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെക്കുറിച്ചും ഓർക്കും. അവനെങ്ങാനും ഒരുപറ്റം ആളുകൾക്ക് മുന്നിൽ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് സ്മരിച്ചാൽ പടച്ച റബ്ബ് അതിനേക്കാൾ നല്ലവരുടെ മുന്നിൽ വെച്ച് അവനെക്കുറിച്ചും സ്മരിക്കും. തീർന്നില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വഇൻ തഖറബ ഇലയ്യ ശിബ്റൻ തഖറബ്തു ഇലൈഹി ദിറാഅൻ. എന്നിലേക്കൊരു ചാണവൻ അടുത്താൽ ഞാൻ അവനിലേക്കൊരു മുഴം അടുക്കും. വഇൻ തഖറബ ഇലയ്യ ദിറാഅൻ തഖറബ്തു ഇലൈഹി ബാഅ. എന്നിലേക്കൊരു മുഴം അവൻ അടുത്താൽ ഞാൻ അവനിലേക്കൊരു മാറെടുക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല. വഇൻ അതാനി യംശി അതൈതുഹു ഹർവല. എന്നിലേക്ക് അവൻ നടന്നു വരികയാണെങ്കിൽ ഞാൻ അവനിലേക്ക് ഓടിയെടുക്കുമെന്ന് പടച്ച റബ്ബ് പറയുമ്പോൾ അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുന്ന ആളുകളിൽ ഉൾപ്പെടാൻ നമ്മളുടെ ജീവിതം കൊണ്ട് നമ്മൾ ശ്രമിക്കണമെന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നത്. തഖ്വ വേണം, ജീവിതത്തിൽ സൂക്ഷ്മത വേണം. സമ്പത്ത് മാത്രമല്ല, പ്രൗഢി മാത്രമല്ല, ദുനിയവിയായ ജീവിതം മാത്രമല്ല, അതിനൊക്കെ അപ്പുറത്തേക്ക് പടച്ച റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നവനായിരിക്കണം എന്നുള്ള ധാരണയുണ്ടാകണം. يقول النبي صلى الله عليه وسلم في حديث رواه أبو هريرة رضي الله عنه: إن الله إذا أحب رجلا قال جبريل عليه السلام إن الله قد أحب عبدا فأحبه فيحبه جبريل ثم ينادي في أهل السماء فيقول إن الله قد أحب فلانا فأحبوه فيحبه أهل السماء ويجعل له القبول في الأرض. അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. ആകാശലോകത്തുള്ള മലക്കുകളോട് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചു പറയും, അള്ളാഹു ഇതാ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, നിങ്ങളും ആ മനുഷ്യനെ ഇഷ്ടപ്പെടണമെന്ന്. അങ്ങനെ അവരും ആ മനുഷ്യനെ ഇഷ്ടപ്പെടും. വയുജഅലു ലഹുൽ ഖബൂല ഫിൽ അർദ്. ഭൂമിയിൽ ആളുകൾക്ക് അവനോടുള്ളൊരു താല്പര്യവും ഇഷ്ടവും പടച്ച റബ്ബ് ഇട്ടുകൊടുക്കുകയും ചെയ്യുമെന്നാണ്. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുന്ന, സാമീപ്യം നേടുന്ന ആളുകളിൽ ഉൾപ്പെടാൻ വേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അള്ളാഹു അപ്രകാരമുള്ള ആളുകളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وقدوتنا محمد وعلى آله وصحبه أجمعين أما بعد أيها الإخوة أوصيكم بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്. قال الله عز وجل فاذكروني أذكركم واشكروا لي ولا تكفرون. നിങ്ങൾ എന്നെ ഓർക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കും. നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുന്നവരാകുക. ഒരിക്കലും തന്നെ നിങ്ങൾ എന്നോട് നന്ദികേട് കാണിക്കുന്നവരായിത്തീരരുത്. അതുകൊണ്ട് അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുകയും പടച്ച റബ്ബിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم اجعل هذا البلد آمنا مطمئنا، اللهم اجعل هذا البلد آمنا مطمئنا، اللهم اجعل هذا البلد آمنا مطمئنا سخاء رخاء وسائر بلاد المسلمين. اللهم وفق ولاة أمورنا لما تحب وترضى وخذ بناصيتهم للبر والتقوى وارزقهم بطانة صالحة واحفظهم بحفظك يا رحمن وأقم الصلاة.